യന്ത്രത്തോക്കുകൾ ഭൈരവാരവമുയർത്തിയിടട്ടെ. ഈടുറ്റ കൽപ്പാന്താംഭസഖിലം വിഴുങ്ങിൽ വിഴുങ്ങിയിടട്ടെ എന്നീശ്വരി. എന്തായാലും അചഞ്ചലം മമ മനം ബ്രഹ്മാണ്ടമങ്ങേ കരച്ചെന്താരിൽ ചെറുപം തനം തദയതൻ പാലാഴി നിന്നുൾക്കളം. PKGയുടെ ഒരു ശ്ലോകം. സാധാരണഗതിയിൽ കൃഷ്ണഭക്തനായി ഗുരുവായൂരപ്പൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ സ്തുതി ശ്ലോകങ്ങൾ ധാരാളമായിട്ട് എഴുതിയിട്ടുള്ള PKGയുടെ ഒരു ദേവീസ്തുതി. ആർകുന്നത്തുകാവ് എന്ന് പറയപ്പെടുന്ന ചെർപ്പളശ്ശേരിക്ക് സമീപമുള്ള ക്ഷേത്രത്തെ കുറിച്ച് യുദ്ധത്തിൻ്റെ സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് എഴുതിയ ശ്ലോകമാണെന്ന് കരുതുന്നു. യന്ത്രത്തോക്കുകൾ ഭൈരവാരവമുയർത്തിയിടട്ടെ. ഈടുറ്റ കൽപ്പാന്താംഭസ് അഖിലം വിഴുങ്ങുകിൽ വിഴുങ്ങിയിടട്ടെ എന്നീശ്വരി. യന്ത്രത്തോക്കുകൾ ഭീകരമായ ശബ്ദം ഉയർത്തട്ടെ. ഈടുറ്റ കൽപ്പാന്താംഭസ് പ്രളയം, കൽപ്പാന്ത പ്രളയത്തിൻ്റെ വെള്ളം വിഴുങ്ങുകിൽ വിഴുങ്ങിയിടട്ടെ എന്നീശ്വരി. എന്തായാലും അചഞ്ചലം മമ മനം. എന്തായാലും എൻ്റെ മനസ്സ് അചഞ്ചലമാണ്. കാരണം എന്താ? ബ്രഹ്മാണ്ടം അങ്ങേക്കരച്ചെന്താരിൽ ചെറുപന്ത്. ഈ ബ്രഹ്മാണ്ടം മുഴുവനും അങ്ങയുടെ കയ്യിലിരിക്കുന്ന ചെറിയ പന്താണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മനസ്സ് അചഞ്ചലമാണ്. അങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അനന്തദയ തൻ പാലാഴി നിന്നുൾക്കളം. അനന്തദയയുടെ പാലാഴിയാണ് എൻ്റെ ഉൾക്കളം. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ആർകുന്നത്തുകാവ് എന്ന് പറഞ്ഞു വരുന്നത് ഒറ്റപ്പാലത്ത് തൃക്കടിയിരിക്കും ചെർപ്പളശ്ശേരിക്കും ചളവറയ്ക്കും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ലോകത്തിൽ ഈടറ്റ കൽപ്പാന്താംഭസ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതും കുറച്ച് അധികം ആൾക്കാർ അത് ഒരു പാഠമാക്കിയിട്ടുള്ളതുമാണ്. എങ്കിലും ഈടുറ്റ കൽപ്പാന്താംഭസാണ് കൂടുതൽ കൃത്യം എന്ന് വിചാരിക്കുന്നു. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പെരിന്തൽമണ്ണ സ്വദേശി 6ാം ക്ലാസ്സുകാരൻ യാദവാണ്.